അന്ന് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 12, 2024 കർണാടകയിലെ ബാംഗ്ലൂരിനടുത്തുള്ള മഹദി എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് ഏകദേശം ഒരു 30 വയസ്സോളം പ്രായമുള്ള ഒരാൾ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിട്ടായിരുന്നു കയറി ചെന്നത്. ബൽരാജ് എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ പോലീസുകാർ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ഫ്രണ്ടായിട്ടുള്ള ദിവ്യ എന്ന് പറയുന്ന സ്ത്രീയെ കാണാനില്ല. അപ്പോൾ ആ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാനായിട്ടായിരുന്നു ആളെത്തിയത്. എന്നാൽ ആ ഒരു ദിവ്യയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവർക്ക് 30 വയസ്സോളം തന്നെ പ്രായം ഉണ്ടായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 വർഷങ്ങൾക്ക് മുൻപാണ് വിവാഹം കഴിഞ്ഞത്. ഉമേഷ് എന്നായിരുന്നു അവരുടെ ഹസ്ബൻഡിൻ്റെ പേര്. എന്നാൽ അതിനുശേഷം അവർക്കിടയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം അവർ സെപ്പറേറ്റഡ് ആയിട്ടായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഡിവോഴ്സിനൊക്കെ വേണ്ടിയിട്ട് 2 കൂട്ടർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ നടന്നൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ഒരു ബൽരാജിനെ ദിവ്യ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമേഷ് കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളായിരുന്നു അത്. അതായത് ഈ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉമേഷ് വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകാനായിട്ട് പേടിയാകുന്നുണ്ട്, അയാൾ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എനിക്ക് നല്ല പേടിയുണ്ടെന്നുള്ളൊരു തരത്തിലായിരുന്നു തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ദിവ്യ സംസാരിച്ചത്. അപ്പോൾ ഇയാൾ കുറച്ച് ധൈര്യമൊക്കെ കൊടുത്തു. ഡിവോഴ്സിൻ്റെ കാര്യം പറയാനൊക്കെ ആയിട്ടല്ലേ വിളിച്ചത്, നീ പൊക്കോ, എന്താ കാര്യം എന്ന് വെച്ച് സംസാരിച്ചിട്ട് നീ തിരിച്ചു പോവാ, വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഇയാൾ പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ബൽരാജിന്റെ വീട്ടിലോട്ട് ദിവ്യ വരികയാണ്. ആ സമയത്ത് ബൽരാജിന്റെ വൈഫായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ വൈഫിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം വൈഫിന്റെ സ്കൂട്ടറും എടുത്തിട്ടായിരുന്നു ഈ ഒരു ദിവ്യ ഉമേഷിനെ കാണാനായിട്ട് പുറപ്പെട്ടത്. എന്നാൽ അതിനുശേഷം ആരും തന്നെ ദിവ്യയെ കണ്ടിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ദിവ്യ എങ്ങോട്ടാണ് പോയത്? ഈ ഉമേഷും ദിവ്യയും തമ്മിലുള്ള പ്രശ്നം എന്താണ്? അതേപോലെ തന്നെ ദിവ്യയെ പോലീസുകാർ കണ്ടെത്തിയോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ബൽരാജിന്റെ വീട്ടിൽ വന്നിട്ട് സ്കൂട്ടി എടുത്ത് ഇറങ്ങുന്നതിന് മുൻപ് തനിക്ക് നല്ല പേടിയുണ്ടെന്നുള്ള കാര്യം ഈ ഒരു ബൽരാജിന്റെ വൈഫിനോടും ദിവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ വാട്സപ്പ് ലൈവ് ലൊക്കേഷൻ ഈ ബൽരാജിന്റെ വൈഫിന് ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ദിവ്യ ഇറങ്ങിയത്. താൻ വരാൻ വൈകുകയോ എന്തെങ്കിലും പ്രശ്നമോ തോന്നുകയെന്നുണ്ടെങ്കിൽ തന്നെ അന്വേഷിച്ച് വരണമെന്ന് പറഞ്ഞിട്ട് കൂടിയായിരുന്നു ദിവ്യ അന്ന് പുറപ്പെട്ടത്. അപ്പോൾ ദിവ്യ പോയിട്ട് ഒരുപാടധികം നേരം കഴിഞ്ഞു. ഈ ബൽറാമിൻ്റെ വൈഫ് ദിവ്യ കോൺടാക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല. അവർ തൻ്റെ ഹസ്ബൻഡ് വരാനായിട്ട് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഒരു 9 മണി ടൈമിലൊക്കെ ആയിരുന്നു വീട്ടിലോട്ട് എത്തുന്നത്. അപ്പോൾ ദിവ്യ വിളിച്ചോ എന്ന് വൈഫ് ചോദിച്ചപ്പോൾ ഇല്ല, വിളിച്ചില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ആൾ മറുപടി പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇൻസിഡൻസ് നടന്നതൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ലൈവ് ലൊക്കേഷൻ തന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ഈ ബൽരാജ് ആകപ്പാടെ പാനിക്കായി ആൾ തൻ്റെ ബൈക്ക് എടുത്ത് ആ ഒരു ലൈവ് ലൊക്കേഷൻ എൻഡായ സ്ഥലത്തോട്ട് പോവുകയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് മാറി ഹൊണ്ണപുര ലേക്കിൻ്റെ അടുത്തായിരുന്നു ആ ഒരു ലൊക്കേഷൻ കാണിച്ചത്. അപ്പോൾ ഈ ഒരു ടൈമിനിടയിൽ തന്നെ ദിവ്യ ഇയാൾ കുറേ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ദിവ്യ പോകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഇയാൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആർക്കും ദിവ്യ എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ ലാസ്റ്റ് ആ ഒരു ലൊക്കേഷൻ കാണിച്ച ആ ഒരു സ്ഥലത്തോട്ട് ഇയാൾ ബൈക്ക് എടുത്ത് പോവുകയാണ്. ആ ഒരു ഏരിയ കംപ്ലീറ്റ് അരിച്ചു വറക്കുകയാണ്. എന്നാൽ ആ ഒരു ഏരിയയിൽ ഒന്നും തന്നെ ദിവ്യയെ ആൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് അന്വേഷിച്ചിട്ട് ഒരെത്തും പിടിയില്ലാതെ ആയിരുന്നു ഈ ഒരു ബൽരാജ് തൻ്റെ സ്വന്തം വീട്ടിലോട്ട് എത്തിയത്. വീട്ടിലെത്തിയപ്പോഴാണ് ആൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. വൈഫിൻ്റെ സ്കൂട്ടർ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ദിവ്യ തിരിച്ചു വന്നു എന്നുള്ളൊരു ഇതിലായിരുന്നു ആൾ നേരെ വീട്ടിലോട്ട് കയറിയത്. അങ്ങനെ ഇയാൾ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഡോറ് തുറന്നത് വൈഫായിരുന്നു. അപ്പോൾ ആൾ ദിവ്യ എവിടെ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണ്. അപ്പോഴാണ് ആളുടെ വൈഫ് മറ്റൊരു കാര്യം പറഞ്ഞത്. ദിവ്യയല്ല, ഉമേഷ് ആയിരുന്നു സ്കൂട്ടി കൊണ്ട് തന്നതെന്നുള്ളത്. അപ്പോൾ ദിവ്യ എവിടെ എന്നുള്ളത് ഈ വൈഫ് സ്വാഭാവികമായിട്ട് ഉമേഷിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൾ പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരം വൈകിയത് കൊണ്ട് താൻ തന്നെ ബസ്സിൽ കയറ്റി വിട്ടു ദിവ്യയെ. എന്നിട്ട് ഈ ഒരു സ്കൂട്ടർ താൻ കൊണ്ടുവന്ന് തന്നതാണ്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾ ഇവിടെ നിന്ന് പോയി എന്നുള്ളൊരു തരത്തിൽ ഈ ഒരു വൈഫ് പറയുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ബൽരാജ് ദിവ്യയുടെ ഫോണിൽ ട്രൈ ചെയ്യാണ്. എന്നാൽ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അതേപോലെ തന്നെ ദിവ്യയുടെ വീട്ടിലോട്ട് വിളിച്ച് ചോദിച്ചപ്പോഴും അവിടെ അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഈ ഉമേഷിനെ വിളിച്ചിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു 10-12 മണി കഴിഞ്ഞ ടൈമിൽ ഈ ഒരു ബൽരാജിൻ്റെ ഫോൺ റിങ് ചെയ്യാണ്. ആൾ നോക്കിയപ്പോൾ ഉമേഷ് ആയിരുന്നു അത്. പെട്ടെന്ന് തന്നെ ആൾ ഫോണ് ചാടിയെടുത്തു. എന്നിട്ട് ദിവ്യ എവിടെ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞൊരു കാര്യം ഈ ബൽരാജിൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ സെയിം കാര്യം തന്നെയായിരുന്നു. അതായത് ഞങ്ങൾ തമ്മിൽ കുറേ നേരം സംസാരിച്ചു, കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് തന്നെ തീർത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ദിവ്യയെ ബസ് കയറ്റി വിട്ടത്. അപ്പോൾ ആ ഒരു സ്കൂട്ടറിന് തിരിച്ച് നിങ്ങളുടെ അവിടെ വരെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്ന് തന്ന് തിരിച്ചൊക്കെ പോകുമ്പോൾ നേരം വൈകില്ലേ, അതുകൊണ്ടാണ് താൻ ബസ് കയറി പൊക്കോളാനായിട്ട് പറഞ്ഞത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബൽരാജിൻ്റെ അടുത്ത് ഉമേഷ് പറയുമായിരുന്നു. എന്നാൽ ബൽരാജിന് ഒരുപാടധികം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു.
എന്താണ് ദിവ്യയെ വിളിച്ചിട്ട് കിട്ടാത്തത്, ദിവ്യയുടെ വീട്ടിലെത്തിയിട്ടില്ല, ഫോണാണെന്നുണ്ടെങ്കിൽ ഓഫ്, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ഉമേഷിന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. ആള് ഫോണിൽ കരയാനായിട്ട് തുടങ്ങി. ആള് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ദിവ്യയെ കൊന്നു കളഞ്ഞു എന്നുള്ളൊരു തരത്തിലായിരുന്നു. അതിനുശേഷം ആള് കോള് കട്ട് ചെയ്യുകയും ചെയ്തു. ഇത് കേട്ട് ഷോക്കായി പോയ ബാലരാജ് വീണ്ടും 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 ഉമേഷിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനുശേഷം ആള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയായിരുന്നു. ഈ ബൽരാജിൻ്റെ അടുത്ത് എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും ഈ വിവരം വേറെ ആരും അറിയരുതെന്ന് പറഞ്ഞിട്ടായിരുന്നു ഉമേഷ് പറഞ്ഞത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആള് അവിടെ നിന്ന് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലോട്ടാണ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് പറയുകയും ചെയ്തു. പോലീസുകാരോട് ബൽരാജ് പറഞ്ഞു താൻ ഇവിടെ വരുന്നത് വരെ രണ്ടുപേരുടെ ഫോണിൽ മാറി മാറി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, രണ്ട് ഫോണും ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസുകാർ ഈ ഒരു ഉമേഷിൻ്റെ ഫോൺ നമ്പർ ട്രാക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു തവണ ആൾ ഫോൺ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി പോലീസുകാർ അയാളെ കസ്റ്റഡിയിൽ എടുക്കുക തന്നെ ചെയ്തു. എന്നിട്ട് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ ആൾ വളരെ നോർമലായിട്ടായിരുന്നു സംസാരിച്ചത്. തൻ്റെ വൈഫ് ദിവ്യയായിട്ട് താൻ സംസാരിച്ചു. അതിനുശേഷം ദിവ്യയെ ബസ്സേറ്റ് വിട്ടു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല, വൈഫ് എങ്ങോട്ട് പോയി എന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ളൊരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബൽരാജ് കാര്യങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആൾക്ക് മനസ്സിലാവുകയാണ്. ആൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ താൻ തന്നെയാണ് തൻ്റെ വൈഫിനെ കൊന്നതെന്നും അതേപോലെ തന്നെ ഇന്നൊരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്, തൻ്റെ ഫ്രണ്ടായിട്ടുള്ള കിരൺ എന്ന് പറയുന്ന ഒരാളുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് താൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആൾ പോലീസിനോട് പറയുകയുണ്ടായി. അപ്പോഴാണ് പോലീസിന് ഈ ഒരു കേസിൽ വേറൊരാളുടെ എന്താ പറയുക പിക്ചറും കൂടെ വരുന്നത്. കിരൺ എന്ന് പറയുന്ന ആളെ പോലീസുകാർ നേരെ തന്നെ ട്രാക്ക് ചെയ്യുകയായിരുന്നു. ആളെയും കസ്റ്റഡിയിലെടുത്തു. ആളെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഈ ഒരു ബോഡി കുഴിച്ചിടാനായിട്ട് ആൾ സഹായിച്ചതായിട്ട് ആൾ സമ്മതിക്കുകയാണ്. അതിനുശേഷം ആ ഒരു ലൊക്കേഷൻ രണ്ടുപേരുടെ അടുത്തും ചോദിച്ചിട്ട് അവരെ രണ്ടുപേരെയും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ ഒരു ഏരിയ കുഴിച്ചു നോക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ബോഡി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ ബോഡി റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. ഈ ഒരു കേസ് കഴിഞ്ഞു എന്നുള്ളൊരു മൈൻഡിലായിരുന്നു പോലീസുകാർ അപ്പോൾ ഉണ്ടായത്. അതായത് ഈ ഒരു കൊലപാതകം നടത്തിയ കുറ്റവാളികളെയും കിട്ടി, ബോഡിയും റിക്കവർ ചെയ്തു, അത്യാവശ്യത്തിന് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇതിനിടയിലാണ് മറ്റൊരു ട്വിസ്റ്റ് നടക്കുന്നത്. അതായത് ഈ ഒരു കേസ് അന്വേഷിച്ച SI ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വേറെ രീതിയിലുള്ള ഒരുപാടധികം സംശയങ്ങൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വരികയാണ്. കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദനേക്കണഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ദിവ്യയുടെ സ്വന്തം വീട്. ഈ ഒരു മഹതി എന്ന് പറയുന്ന അവിടെ നിന്ന് ഏകദേശം ഒരു 40-50 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു ദിവ്യയെ കൊലപ്പെടുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഉമേഷിന് തൻ്റെ വൈഫിനായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം അങ്ങോട്ട് പോയിട്ട് അവിടെ വെച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയുടെ അടുത്തുള്ള ഏതെങ്കിലും ഭാഗത്ത് വെച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ഒരു 1-1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇത്രയും ദൂരം വൈഫിനെയും കൊണ്ട് വന്ന് ഇവിടെ വെച്ചിങ്ങായിട്ട് എന്താ പറയുക സംസാരിക്കുക എന്നുള്ളൊരു പ്ലാനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൊല്ലാൻ തന്നെയായിരുന്നു അങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. അതായത് ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ ആണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഉമേഷിനെ വീണ്ടും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. എന്തിനാണ് ആ ഒരു ഏരിയ ചൂസ് ചെയ്തതെന്ന് ആളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഞാനൊന്നുമല്ല ചൂസ് ചെയ്തത്, എനിക്കങ്ങനെ വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സ്ഥലത്തിനെ കുറിച്ച്, എനിക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ അറിയേയില്ല, കിരണാണ് എനിക്ക് ഇങ്ങനെ ഒരു സജഷൻ തന്നത്, അവിടെ വലിയ ആൾക്കാരൊന്നും വരില്ല, നമ്മൾ ആ ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ബോഡി കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം അവനാണ് എനിക്ക് പറഞ്ഞു തന്നത് എന്നുള്ളൊരു തരത്തിലായിരുന്നു പോലീസിൻ്റെ അടുത്ത് ഈ ഒരു ഉമേഷ് പറഞ്ഞത്. അങ്ങനെ പോലീസുകാർ കിരണെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ കിരൺ ഇതേപോലെ തന്നെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് ആ ഒരു ഏരിയ ഇത്തിരി സൈലന്റ് ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ഒരു സജഷൻ കൊടുത്തതെന്നാണ്. എന്നാൽ പോലീസിന് അത് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അങ്ങനെ കിരണിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പോലീസുകാർ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആളുടെ അടുത്ത് തന്നെ ചോദിച്ചപ്പോൾ ആൾ ഓൾറെഡി മാരീഡ് ആയിരുന്നു. ഏകദേശം ഒരു 5-10 വർഷങ്ങൾക്ക് മുൻപ് ആളുടെ വൈഫ് വേറെ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയതാണ്. അതിനുശേഷം വൈഫ് എങ്ങോട്ട് പോയി, ആരെ കൂടെ പോയി എന്നുള്ളതിനെ കുറിച്ചൊന്നും തനിക്ക് യാതൊരു ഐഡിയ ഇല്ല, താനിപ്പോൾ ഒറ്റക്കാണ് താമസിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കിരൺ ഈ പോലീസുകാരുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ ഒരു SI എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിരണിൻ്റെ വൈഫ് ഹൗസ് ഉണ്ടല്ലോ, അങ്ങോട്ട് 2 പോലീസുകാരെ വിടുകയാണ്. ആ ഒരു വീടിരുന്നിരുന്ന സ്ഥലം ഒരു കുഗ്രാമമാണ്. അവിടെയുള്ള ആളുകൾക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക പുറം ലോകമായിട്ട് ഭയങ്കര വലിയ കോൺടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല, അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല. അങ്ങനെ പോലീസുകാർ നേരെ ആ ഒരു വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 കൊല്ലമൊന്നും ആയിട്ടില്ല സാറേ, കഴിഞ്ഞ 5 കൊല്ലമായിട്ടുള്ളൂ എൻ്റെ മോളെ കാണാതായിട്ട്. ഈ ഒരു 5 കൊല്ലം മുന്നേ വരെ
ഈ ഉമേഷ് എന്ന് പറയുന്ന കള്ളൻ്റെ കൂടെ തന്നെയായിരുന്നു തൻ്റെ മകൾ ജീവിച്ചിരുന്നത്. അതിന് ശേഷം ഒരു പെട്ടെന്നൊരു ദിവസം ഈ ഒരു ഉമേഷ് വന്നിങ്ങേറ്റ് പറയുകയാണ്, നിങ്ങളുടെ മകൾ വേറെ ആരാണ്ടുടെ കൂടെ ഒളിച്ചോടിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്കും അത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അതേപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്തും പിന്നെ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു ഇവൾ എവിടെ പോയി എന്നുള്ളത്. ഞങ്ങൾക്ക് ഇവൾ എവിടെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കാൻ തന്നെ പറ്റിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു കിരണിൻ്റെ വൈഫ് ഹൗസിൽ നിന്ന് പോലീസിന് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ പോലീസുകാർ അവരുടെ അടുത്ത് ചോദിച്ചു, മകളെ കാണാതായിട്ട് നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിരൺ തന്നെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് കംപ്ലൈൻറ്റ് ചെയ്തതിൻ്റെ കോപ്പിയാണെന്നും പറഞ്ഞിട്ട് ഒരു കടലാസും കൊണ്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞതെന്നുള്ളൊരു തരത്തിലായിരുന്നു ഇവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ പിന്നെയും ഈ ഒരു കിരണെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ഈ വൈഫിൻ്റെ കാര്യവും ഇതൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, വൈഫ് ഇതേപോലെ തന്നെ കുറച്ച് ആൾ മുൻപ് വേറെ ആരാണ്ട് കൂടെ ഒളിച്ചോടി പോയതാണ്, എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഓൾറെഡി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് പറഞ്ഞു. അങ്ങനെ ഏതാണ് സ്റ്റേഷനിൽ ഏത് സമയത്താണ് കംപ്ലൈൻറ്റ് കൊടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ അന്വേഷിച്ചിട്ട് അവരത് ക്രോസ് വെരിഫൈ ചെയ്യുകയാണ്. അപ്പോഴാണ് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്, അത്തരത്തിലുള്ളൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടേ ഇല്ല. അതായത് ഒരു ഫേക്കായിട്ടുള്ള കംപ്ലൈൻറ്റ് കൊടുത്തു എന്നുള്ളൊരു രീതിയിലുള്ളൊരു സ്ലിപ്പും കൊണ്ടായിരുന്നു ആൾ ഗ്രാമത്തിൽ പോയിട്ട് ആ ഗ്രാമത്തിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ പറ്റിച്ചിട്ടുണ്ടായത്. ഇതൊക്കെ വെച്ച് പോലീസുകാർ നല്ല രീതിയിൽ കിരണ ചോദ്യം ചെയ്തപ്പോൾ അവസാനം അയാൾ സമ്മതിക്കുകയായിരുന്നു. ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് താൻ തന്നെയാണ് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഈ ഒരു ഉമേഷിൻ്റെ വൈഫിനെ കുഴിച്ചിട്ട സ്ഥലമില്ലേ, ആ ഒരു ഏരിയയിൽ തന്നെ കൊണ്ടുപോയിട്ടാണ് താൻ തൻ്റെ വൈഫിൻ്റെ ബോഡിയും കുഴിച്ചിട്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആൾ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അപ്പോൾ ഈ ഒരു കൊലപാതകമൊക്കെ നടത്തുന്നതിൻ്റെ തൊട്ട് മുൻപായിരുന്നു ആൾ ദൃശ്യം പാപനാശമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരുന്നു ആൾ അത്തരത്തിൽ എന്താ പറയുക ഒരു ഡ്രാമയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അതായത് നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും ഇയാൾ വൈഫ് വേറെ ആരാണ്ട കൂടെ ഓടിപ്പോയി എന്ന് പറഞ്ഞിങ്ങായിട്ട് ഇങ്ങനെ വിശ്വസിപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രണയ കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇയാളുടെ സ്റ്റോറി ആയിരുന്നല്ലോ. അപ്പോൾ ഇയാൾ ഇതിന് ശേഷം ഈ ഒരു കാടിനോട് അടുത്തുള്ള ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ബോഡി കുഴിച്ചിടുകയും ചെയ്തു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഭവം ആളുകളുടെ മനസ്സിൽ പതിയാണ്. ഓക്കെ, ഇയാളുടെ ഭാര്യ വേറെ ആരാണ്ട് കൂടെ ഒളിച്ചോടിപ്പോയി. അത് മനസ്സിൽ പതിഞ്ഞപ്പോൾ പിന്നീട് ഇയാളുടെ അടുത്തോട്ട് ആരും ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ വീട്ടിൽ നിന്നുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ചുരുക്കം പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് തന്നെ എല്ലാവരും മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. ഇത് കേട്ടപ്പോൾ പോലീസുകാർ കിരണിൻ്റെ അടുത്ത് പറഞ്ഞു, വാ എഴുന്നേക്ക്, നമുക്ക് എന്തായാലും പോയിട്ട് ആ ബോഡിയും കൂടെ റിക്കവർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കിരൺ പറയാണ്, പോണ്ട സാറേ, അവിടെ ബോഡിയൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ പോലീസുകാർ ആ ബോഡി അവിടെ കൊണ്ടുപോയി എന്നുള്ളത് വീണ്ടും ഇയാളോട് ചോദിക്കുമ്പോഴാണ് ഇയാൾ മറ്റൊരു ട്വിസ്റ്റ് പറയുന്നത്. അതായത് ഈ ഒരു പാപനാശം അല്ലാന്നുണ്ടെങ്കിൽ ദൃശ്യം 2 ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ദൃശ്യം 2 ഇറങ്ങിയ സമയത്ത് ഇയാൾ ഈ ഫിലിം കണ്ടപ്പോൾ താൻ പിടിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളത് ഇയാൾക്ക് തോന്നുകയാണ്. അതായത് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പോലീസുകാർ വന്ന് ഈ ഒരു കേസൊക്കെ കുത്തിപ്പൊക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ താൻ പിടിക്കപ്പെടാനുള്ള എവിടെയെങ്കിലുമൊക്കെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് ആൾ മനസ്സിലാക്കിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷനിലോട്ട് ആൾ വീണ്ടും പോയി നോക്കി എന്താണ് ആ ഒരു ലൊക്കേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫോറസ്റ്റ് ഏരിയ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ട് ഡ്രഡ്ജ് ഒഴുകുന്നുണ്ടായിരുന്നു. വന്യജീവികളും മറ്റുമൊക്കെ ജനവാസ മേഖലയിലോട്ട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു കുഴിയെടുത്ത് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു ഏരിയയിലും ഇതേപോലത്തുള്ള കുഴികളും മറ്റോ കുഴിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആൾക്ക് തോന്നുകയാണ്. അങ്ങനെ എന്തെങ്കിലും കുഴി കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കെൽട്ടൻ കിട്ടും, പിന്നീട് പ്രശ്നമാവും എന്നുള്ളത് ആൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആരുമില്ലാത്തൊരു സമയത്ത് രാത്രി വന്നിട്ട് ആളൊരു ഏരിയ കുഴിച്ചിങ്ങേറ്റ് തൻ്റെ വൈഫിൻ്റെ അസ്ഥിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുകയായിരുന്നു. അതിനുശേഷം അതെല്ലാം തന്നെ ആൾ കത്തിച്ച് ചാരമാക്കിയിട്ട് പല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യായിരുന്നു. സോ ആ ഒരു സ്ത്രീയുടെ ബോഡി കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇത് കേട്ട പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഷോക്കായി പോവുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇയാൾ ആദ്യം കുഴിച്ചിട്ട് ആ ഒരു സ്ഥലത്ത് പോയിട്ട് പോലീസുകാർ കുഴിച്ചു നോക്കി, അതേപോലെ തന്നെ ഈ ബോഡി പാർട്സ് കളഞ്ഞു എന്ന് പറഞ്ഞു. അതും എല്ല് പൊടിഞ്ഞ സംഭവമൊക്കെയാണ്. എന്നാലും ചെറിയ എന്തെങ്കിലും കഷ്ണമുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഏരിയകളിലും മറ്റൊക്കെ പോലീസുകാർ പോയി നോക്കി. എന്നാൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. പോലീസുകാരങ്ങനെ ഈ ഒരു കിരണിൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അടുത്ത് ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ആ ഒരു കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കിരണിൻ്റെ മേൽ വേറൊരു കുറ്റം കൂടെ ചുമത്തുകയാണ്. അതായത് ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഉമേഷിൻ്റെയും കിരണിൻ്റെയും മേലിൽ ഉമേഷിൻ്റെ ഭാര്യയെ കൊന്നു എന്നുള്ളൊരു കേസുണ്ട്. ഈ കിരണിൻ്റെ മേലിൽ കിരണിൻ്റെ ഭാര്യയെ കൊന്നു കുഴിച്ചിട്ടു എന്ന് പറയുന്ന വേറൊരു കേസ് കൂടെ ഉണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ്. ഈ കേസുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ എന്തൊക്കെ ശിക്ഷ കിട്ടുമെന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. ഈ ഒരു കിരണിൻ്റെ ആദ്യത്തെ മേർഡറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ആളാണ് ഈ ഒരു മേർഡർ ചെയ്തതെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മൃതദേഹമാണെന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് ആ ഒരു കേസ് എന്താവും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു രണ്ടാമത്തെ കേസിൽ ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലുള്ളൊരു ശിക്ഷ കിട്ടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.